നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിലവിലെ ജേതാക്കളായ അർജന്റീനയുള്ളത്. നമുക്കറിയാം, എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ തോൽപ്പിച്ചിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ ചിലിയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അർജന്റീൻ ടീമുള്ളത്. ലയണൽ മെസ്സിയും റോഡ്രിഗോ ഡി പോളും ഒക്കെ ആ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അർജന്റീന ദേശീയ ടീമിലെ മെസ്സിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളാണ് റോഡ്രിഗോ ഡി പോൾ. പലപ്പോഴും ലയണൽ മെസ്സിയെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മെസ്സിയുടെ ബോഡി ഗാർഡ് എന്നുള്ള ഒരു വിളിപ്പേര് റോഡ്രിഗോ ഡി പോളിനുണ്ട്. മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡി പോൾ. താരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മുൻ അർജന്റീൻ താരമായ ലവേസിയെയാണ് ഡി പോൾ തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2018 വേൾഡ് കപ്പിന് ശേഷം പുതിയ അർജന്റീന ടീമുമായി ഇടപഴകുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് എന്നെ വളരെയധികം സഹായിച്ചത് റോഡ്രിഗോ ഡി പോൾ ആണ്. ലവേസിയെയാണ് അദ്ദേഹം എന്നെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2018 റഷ്യൻ വേൾഡ് കപ്പിൽ അർജന്റീന നേരത്തെ പുറത്താവുകയായിരുന്നു. അതിനുശേഷമാണ് ലയണൽ സ്കലോണി അർജന്റീനയുടെ മുഖ്യ പരിശീലകനായി കൊണ്ട് ചുമതലയേറ്റത്. ആ സമയത്ത് മെസ്സി അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരുന്നു. സ്കലോണി മികച്ച ഒരു യുവനിരയെ വാർത്തെടുത്തുകൊണ്ട് ടീമിനെ പടുത്തുയർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ലയണൽ മെസ്സിയെ ആ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യുകയായിരുന്നു സ്കലോണി ചെയ്തിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ട് കാണാം.